ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ നമ്മുടെ കുട്ടികൾ ചോക്ലേറ്റ് കേക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കുക. അപ്പോൾ കൊക്കോ പൗഡർ ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് കേക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം വേണം ചേർക്കാൻ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മിക്സിലോട്ട് ചേർക്കാൻ. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലൊന്ന് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ഇട്ടിട്ടുള്ള മൈദപ്പൊടി ആയി കിട്ടും. അപ്പോൾ കേക്ക് നല്ല പോലെ സ്മൂത്തായിട്ട് ഇതിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ കേക്ക് അടിയിൽ ഒട്ടി പിടിക്കുമല്ല ഇങ്ങനെ ചെയ്താൽ. ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കുക. നമ്മളെ കേക്ക് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദയൊക്കെ അങ്ങനെ സീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കളയാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ചേരുവകളും നല്ല പോലെ ഒന്ന് മിക്സായി വരണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറിന് പകരം കോഫിയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് കളറ് കിട്ടിക്കോളും. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാൻഡ് വിസ്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല പോലെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ എല്ലാ ചേരുവകളും കറക്റ്റ് അളവിൽ തന്നെ എടുക്കുക. കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും കറക്റ്റ് അളവിൽ എടുക്കണം കേട്ടോ. കുറയാനോ കൂടാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നല്ലൊരു ചോക്ലേറ്റിൻ്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക് മിക്സിന്. അപ്പോൾ ഈ ടൈമിൽ കുട്ടികൾക്ക് കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇനി കൊക്കോ പൗഡർ ഇല്ലാന്നെന്ന് കരുതി നമ്മൾ ചോക്ലേറ്റ് കേക്കൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കണ്ട. അപ്പോൾ ബാറ്റർ ഇതിലൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് തട്ടി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പാൻ നല്ല പോലെ ചൂടായി കിട്ടണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ടിന്നുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 45 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കുന്നത്. കേക്കൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പപ്പടക്കോലൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വന്നിക്കണമെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ കേക്കൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ തണുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്കിതൊന്ന് എടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല പോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് അതിൽ നിന്ന് വിട്ടു പോന്നോളും. കണ്ടോ കേക്ക് നല്ല പോലെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സോസാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് സോസ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചിട്ട് നല്ല പോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേക്ക് ഗാർണിഷ് ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ചായയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ വെച്ചിട്ടും ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് കേക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഫോട്ടോ ഒക്കെ എടുക്കുന്നതല്ലേ അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറി കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൊക്കോ പൗഡർ ഒന്നും ഇല്ലാത്ത ചോക്ലേറ്റ് കേക്ക് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ നല്ലൊരു കോഫി ഫ്ലേവറാണ് കേട്ടോ ഈ കേക്കിന്. നമുക്ക് വൈകിട്ട് 4 മണിക്ക് ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡബിൾ ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയ കേക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ കേക്ക് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ നമ്മളെ കൊക്കോ പൗഡർ ഇല്ലാത്ത ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കോഫി ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് തന്നെയാണ് ഇത്. സിമ്പിൾ കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്